ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് അതിലേക്ക് എത്തിച്ചൊരു ഇനിഷ്യേറ്റീവായിട്ടുള്ളൊരു പാർട്ട് എന്താണെന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യില്ല, കാരണം ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ ഞാൻ തന്നെയാണ്. ബിക്കോസ് എനിക്കുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാസ്, അല്ലെങ്കിൽ ഡിപ്രഷൻ ഒന്നും പറയുന്നില്ല, പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതും തുടക്കത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ കോണ്ടൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന കോണ്ടൻറ്റ് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ എന്താ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഷോർട്സ് ആയിരുന്നു കൂടുതൽ അപ്ലോഡ് ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, വ്യൂസ് വേണം, അല്ലെങ്കിൽ ഏർണിങ്സ് വേണം, അല്ലെങ്കിൽ ഫെയിം വേണം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു റിലാക്സേഷൻ, എനിക്ക് ഹാപ്പിനെസ് തോന്നുന്നു ചെയ്യുമ്പോൾ. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബട്ട് സ്റ്റിൽ ഞാൻ റെഗുലർലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കോണ്ടൻറ്റ് പിന്നാണ് ഞാൻ നന്നാക്കുന്ന കോണ്ടൻറ്റ് ഡെയിലി ലൈഫ് റിലേറ്റഡ് അങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഓർത്തു ലോങ് വീഡിയോസ്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്തത് ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ലോങ് വീഡിയോസ് ഞാൻ ഒരെണ്ണേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനോർത്തു എന്നാൽ പിന്നെ എന്തായാലും വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പം പിന്നെ എന്തായാലും കുറച്ച് നല്ലപോലെ വീഡിയോസ് ഇടാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളൊരു ചെറിയൊരു ചെയ്യാമെന്ന് ഓർത്തത്. അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് പാസ്റ്റ് ട്രോമാസൊക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റ് ട്രോമ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ പറയുക, എല്ലാവർക്കും ഉള്ളതുപോലെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നത് നമ്മളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ളത്. അപ്പം എനിക്ക് അങ്ങനത്തെ കുറേ ട്രോമാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരു പ്രശ്നം വന്നാൽ അത് തീരുമ്പം അടുത്ത പ്രശ്നം, അങ്ങനെയാണ് എനിക്ക്. ഇപ്പോൾ ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് തന്നെ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് വരാൻ നടത്തില്ലേ, അതുപോലൊക്കെയായിരുന്നു എനിക്ക്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്താ പറയുക, ജോബ്, എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പം ഒരു വലിയ ട്രോമ. അങ്ങനത്തെ കുറേ ട്രോമേഴ്സിലിരിക്കുമ്പോഴാണ് ഐ തോട്ട് ഓഫ് എനിക്ക് എല്ലാം ഇങ്ങനെ വിട്ടുപോകുന്ന സിറ്റുവേഷനിലാണ് ഞാൻ എന്ത് ചെയ്യും. എപ്പോഴും ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഓർത്തു യൂട്യൂബ് ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ലൈക്ക് വ്യൂസ് ഇല്ലെങ്കിലും എന്ന് വെച്ചാൽ ഇങ്ങനൊരു പോയിൻ്റ് വ്യൂസ് അല്ലെങ്കിൽ ഫെയിം അങ്ങനെ ഇത് വെച്ചിട്ടൊന്നും ഞാൻ തുടങ്ങിയതേ അല്ല. ഞാൻ വിചാരിച്ചു എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലസ് എനിക്ക് കുറേ ആൾക്കാർ കിട്ടും, ഇതൊരു പ്ലാറ്റ്ഫോമാണ്, കുറേ പേരായിട്ട് സംസാരിക്കാം. പേഴ്സണലി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അപ്പം സംസാരിക്കാൻ കുറേ ഇഷ്ടമാണ്, അപ്പം നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ നമ്മുടെ പകുതി വിഷമങ്ങൾ മാറും. അങ്ങനെയാണ് ഞാൻ ഓർത്തത് നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, വീഡിയോസ് ഇടാം. പക്ഷേ എനിക്ക് സംസാരിക്കാനായിട്ട് ആരും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എന്നോട് സംസാരിക്കും, കമൻറ്റ് ചെയ്യും. സോ എനിക്ക് വീഡിയോസ് സംസാരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ വിചാരിച്ചത്ര വ്യൂസും അല്ലെങ്കിൽ സപ്പോർട്ടൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് ഐ എം സോ ഹാപ്പി. എനിക്ക് കുറച്ച് പേരെ കാണുന്നുണ്ടെങ്കിലും അത്രയും പേര് കാണുന്നുണ്ടല്ലോ, അത്രയും പേര് ടൈം ഇടുന്നുണ്ടല്ലോ, എഫേർട്ട് ഇടുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പം കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു മെൻ്റൽ ട്രോമയിലിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ കുറേ ആൾക്കാർ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കേൾക്കാൻ കുറേ ആൾക്കാർ കിട്ടുമ്പോഴത്തേക്കിന് നമുക്കുണ്ടാകുന്ന ഒരു റിലീഫ് പ്ലസ് ഭയങ്കര ഒരു ആശ്വാസമാണ്.
അപ്പോൾ ഞാനിപ്പം എൻ്റെ സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിയും കമൻറ്റ് ചെയ്യാം. അത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ തരാം, അതൊക്കെ ഒരാൾക്ക് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പം ഇനിയും ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്താൽ, നിങ്ങളിപ്പോൾ ഒരാൾ കണ്ടാലും അതിൻ്റെ എത്ര ഹാപ്പി ആയിരിക്കും. കാരണം എന്താ, ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കിന് ഒരാൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തിരിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്താ സംസാരിക്കാനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കമൻറ്റ് റിപ്ലൈ തരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് എന്നെക്കൊണ്ട് ഇവിടെ പറയാനാണെങ്കിലും നിങ്ങൾക്കുള്ള എങ്ങനെ അതിൽ നിന്ന് ഇപ്പോൾ ഇതൊക്കെ ട്രോമാസ് അനുഭവിക്കുന്ന കുറേ പേര് കാണും. പക്ഷേ അത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ ട്രോമാസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഞാനിപ്പം എന്തെങ്കിലും എന്നെക്കൊണ്ടാവുന്നവിടെ എന്തെങ്കിലും സംസാരിച്ചിതാക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു. കാരണം സംസാരിക്കാനായിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് കുറേ മെൻ്റൽ ട്രോമാസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഹെൽത്ത്, ജോബ് നിങ്ങൾ ഒരുമിച്ച് ഹെൽത്ത് വൈസ് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഡൗൺ ആകുമ്പം ഡൗണൊക്കെ വേറെ കുറേ സംഭവങ്ങൾ വരും. പിന്നെ ജോബ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് തൃപ്തിയായി വെറുതെ ഇങ്ങനെ ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവിടെ വരേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ മെൻ്റൽ ട്രോമയിൽ നിന്ന് കരയേറി വന്നത്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ് കരയേറി വന്ന കുറേ സ്റ്റോറീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഷെയർ ചെയ്യൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒതുണക്കിട്ടുള്ള എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അത് നമുക്ക് തുറന്ന് സംസാരിക്കാം. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരാളാണെങ്കിലും രണ്ടുപേരാണെങ്കിലും ഐ എം സോ ഹാപ്പി. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം, നല്ല നല്ല കണ്ടന്റ് ഇനി കൊണ്ടുവരാം. അപ്പം സി